കോൺഗ്രസ്സിന് ഏറെക്കാലമായിട്ടുള്ള ഒരു സ്വഭാവമാണ് മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അവരുടെ സീറ്റുകൾ നാൾക്ക് നാൾ കുറഞ്ഞു വരികയാണ്. അടുത്ത തവണ കോൺഗ്രസ് ഒരു പ്രതിപക്ഷമായി പോലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഗുജറാത്തിലേക്ക് നോക്കിയാൽ മതി, അവിടെ പ്രതിപക്ഷമില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി തന്നെ അവിടെ അസ്തമിച്ച ഒരു മട്ടാണ്. ഇത്തവണ ഇപ്പോഴിതാ തെലങ്കാനയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. 14 മുസ്ലിം ജാതികൾക്ക് സംവരണം നൽകാൻ അവിടെ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ. ഞങ്ങൾക്കുള്ളിൽ ജാതിയില്ല എന്നാണ് മുസ്ലിങ്ങളും പ്രത്യേകിച്ച് ഇവിടെയുള്ള സുഡാപ്പികളും പറയുന്നത്. എന്തായാലും 14 ജാതികൾക്ക്, താഴ്ന്ന ജാതികൾക്ക് സംവരണം നൽകാനാണ് ഇപ്പോൾ തെലങ്കാന സർക്കാർ തയ്യാറെടുക്കുന്നത്. രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കീഴിൽ 14 മുസ്ലിം ജാതികൾക്ക് സംവരണ സൗകര്യങ്ങൾ നൽകാൻ തയ്യാറെടുക്കുന്നത്. വളരെ കാലമായി സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ഏകദേശം 3 ലക്ഷത്തോളം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഈ ജാതികളിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിന് 4% സംവരണം നൽകും. എന്നിരുന്നാലും നിയമപരമായിട്ടുള്ള തർക്കങ്ങളും മതപരമായിട്ടുള്ള സംവരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കാരണം ഈ നയം ഫലപ്രദമായി നടപ്പിലാക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവരണം നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജ്യത്തിനകത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഹിന്ദുവാണ്, നീ ക്രിസ്ത്യാനിയാണ്, നീ മുസ്ലിമാണ്, നീ മുസ്ലിം ആയതുകൊണ്ട് നിനക്ക് സംവരണമുണ്ട്, നീ ഹിന്ദു ആയതുകൊണ്ട് നിനക്ക് സംവരണം തരാൻ കഴിയില്ല കാരണം നീ ഭൂരിപക്ഷമാണ്, മറ്റത് ന്യൂനപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ. എന്നാൽ പൗരത്വ നിയമം വന്നപ്പോൾ ആര് പറഞ്ഞു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഷോ ആയിരുന്നു ഈ നാട്ടിൽ ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അകത്ത് കയറുമ്പോൾ ഇവരുടെ സ്വഭാവം വേറെയാണ്. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ അടുത്ത് ഇതൊന്നും വില പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇനി ആരൊക്കെ കരഞ്ഞു വിളിച്ചാലും നെഞ്ചത്തടിച്ച് നിലവിളിച്ചാലും നരേന്ദ്രമോദി സർക്കാർ ഒരു തീരുമാനമെടുത്താൽ അത് എടുത്തത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ മതത്തിൻ്റെ പേരിലാണ് ഈ സംവരണം കൊടുക്കുന്നത് എന്നുള്ള വലിയ ഒരു കോൺട്രവേഴ്സി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയല്ല എന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത്. അത് സ്വാഭാവികമാണ്. ഈ ജനങ്ങൾ പിന്നോക്കാവസ്ഥയിലാണ് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളും പിന്നോക്കാവസ്ഥയിലല്ലേ? മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിലാണ്. ശരി, ഹിന്ദുക്കൾ ഇതിൽ കൂടുതൽ ആൾക്കാർ പിന്നോക്കാവസ്ഥയിൽ അവിടെ ഉണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തെന്നുള്ള ചോദ്യത്തിന് രേവന്ത് റെഡ്ഡിക്ക് മറുപടിയില്ല എന്നുള്ളതാണ്. സർക്കാർ നടത്തിയ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ തൊഴിൽ രാഷ്ട്രീയ ജാതി സർവേയുടെ റിപ്പോർട്ട് 2025 ഫെബ്രുവരിയിൽ പരസ്യമാക്കിയിരുന്നു. ഈ പരസ്യമാക്കിയ റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ മൊത്തം 12.58% മുസ്ലിം ജനസംഖ്യയിൽ 10.08% പിന്നോക്ക മുസ്ലിങ്ങളാണ്. അതായത് ആകെ 12.58% മുസ്ലിങ്ങളേ ഉള്ളൂ. ഇതിൽ 10% മുസ്ലിങ്ങൾക്കും സംവരണമായി. അവരെല്ലാം പിന്നോക്കാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സംവരണം കൊടുക്കുന്നത്. എന്തായാലും 22.5 മുസ്ലിങ്ങൾ മാത്രമാണ് മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരെന്നും ഇത് വെളിപ്പെടുത്തി. പഴയ ഹൈദരാബാദ് നഗരത്തിലെ നിരവധി മുസ്ലിം സ്ത്രീകൾ എണ്ണൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടില്ലെന്നും ഇത് മുസ്ലിം ജനസംഖ്യയുടെ കണക്കെടുപ്പിൽ 1-2% കുറവുണ്ടാക്കുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. SEEPC സർവേയുടെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം 27% നിന്ന് 42% ഉയർത്തുന്നതിനുള്ള ബില്ല് മാർച്ചിൽ തെലങ്കാന നിയമസഭ പാസാക്കിയിരുന്നു. വിദ്യാഭ്യാസം, സർക്കാർ ജോലികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകൾ എന്നിവയിൽ ഈ വർധനവ് ബാധകമാകും. ഗവർണർ ജിഷ്ണു ദേവ് വർമ്മ ബിൽ ഇപ്പോൾ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അയച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 9.